ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിലില്ലായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടോ? ഓക്കെ, അപ്പൊ അതിനൊരു സന്തോഷം നോക്ക് കാണാനുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ച് അറിയാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നായകനും നായികയാണ്. അതും പരിചയപ്പെടാം. അവരെ പേര് നിഹാലും ഗോപിക ഗിരീഷുമാണ്. സോ വെൽക്കം ടു ദ ഇന്റർവ്യൂ. ഒരു പുതിയ അനുഭവമായിരിക്കുമല്ലോ, പുതിയ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അപ്പോൾ പറയൂ, ആദ്യം നിഹാൽ തന്നെ നായകൻ പറയട്ടെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വർക്ക് ചെയ്യണതൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സെയിം സാറിനോട് വർക്ക് ചെയ്യാൻ തന്നെ ഫസ്റ്റ് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഭാഗ്യമാണത്. കാരണം ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റ് ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെക്കുന്നത് തന്നെ അഷ്റഫ് സാറിൻ്റെ ഡയറക്ഷനിലാണ്. അങ്ങനെ ലക്കിൽ നമുക്ക് സംഭവിക്കാറുള്ളൂ അങ്ങനെ. സോ അതിന് തന്നെ ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ സാർ ആയാലും ഞങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് വേണ്ട പോലെ നല്ലൊരു ട്രെയിനിങ് ചെയ്തു സെറ്റിൽ. സോ ഞങ്ങൾക്കത് ഈസി ആയിരുന്നു അത് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ടുള്ള എൻട്രി? ആക്ച്വലി ഓഡീഷൻ വഴി ആയിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് കണ്ട് ഓഡീഷൻ കോഡ് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ അതിലോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്തിട്ട് അതെ സെയിം സെയിം. അപ്പോൾ ആള് ആർക്കിടെക്ട് ആണല്ലോ അല്ലേ? പിന്നെ എന്താ സ്പോർട്സ് ഒക്കെ അടിപൊളിയായിട്ട് ഫ്ലിപ്പിംഗ് ഒക്കെ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. സംഭവം എത്ര നാളായിട്ട്? ഞാനിപ്പോൾ ഒരു 6 to 7 years ആയി ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൂട്ടിലൊക്കെ പോയിട്ട് ഫ്ലിപ്പ് ചെയ്താണോ അഭിനയിച്ചത്? ചെറുതായിട്ടൊക്കെ സീനുകളുണ്ട് ഇതിൽ. പേടിച്ചല്ലേ? ആളൊരു ഗായികയാണ്, നർത്തകിയാണെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ നല്ലൊരു പാട്ട് ഉണ്ണിക്കണ്ട അല്ലേ അങ്ങനൊരു ഇറങ്ങിയിരുന്നു യൂട്യൂബില്. അത് സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് അഭിനയിച്ച് അതെ അതെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു വരി 4 വരി ഒന്ന് പാടിത്തരാമോ? ആ പാട്ടോ? ഇനിയും എന്നോടെന്തേ പരിഭവം കണ്ണ, കയ്യിൽ നിറയെ ഞാൻ വെണ്ണ തന്നീലേ. ഇനിയും എന്നോടെന്തേ പരിഭവം കണ്ണ, കയ്യിൽ നിറയെ ഞാൻ വെണ്ണ തന്നീലേ. എന്നോടെന്തിനു പിണങ്ങി നീ കണ്ണ, എന്നോടെന്തിനു പിണങ്ങി നീ കണ്ണ, ഒരു തുടം പൈമ്പാലും ഏകിടാമുണ്ണി. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ ഒരു കണ്ണനെ വിളിച്ചായിരിക്കും അല്ലേ രംഗത്തുള്ള ഒരു ഈ ഒരു എൻട്രി? കൃഷ്ണൻ അനുഗ്രഹിച്ച് കിട്ടിയ ഒരു ക്യാരക്ടറാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ അതുപോലെ തന്നെ പറയൂ, എന്താണ് ആർക്കിടെക്റ്റ് ആയിട്ട് എന്താണ് ഈ ഒരു ആർക്കിടെക്റ്റും ഈ ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഡിഫറൻസ് എന്ത് ഫീൽ ചെയ്തു? ആഫ്റ്റർ ഓൾ ഇത് എല്ലാതും ഒരു ക്രിയേറ്റീവ് സംഭവമാണ്. എനിക്ക് ചെറുപ്പം മുതലേ ആർട്ടിനോടും ഫൈറ്റ് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ സംഭവത്തിനോടും ഫൈറ്റൊക്കെ ചെയ്യും. ചെയ്യുന്ന സ്പോർട്ടും അതിനോട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിലില്ലായിരുന്നു. ഫൈറ്റ് സീൻ ഉണ്ട്, ആളും വില്ലനും തമ്മിലുണ്ടായിരുന്നു. അതാണ് ഇതിന്റെ അത്യാവശ്യം ഹൈലൈറ്റ് ഫൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ. നമ്മുടെ മാഫിയ ശശി സാറായിരുന്നു ഇതിന്റെ സ്റ്റണ്ട് ഡയറക്ട് ചെയ്തത്. അപ്പോൾ അത് 3 ദിവസം ഷൂട്ടായിരുന്നു. അത്യാവശ്യം ഹെക്റ്റിക് 3 ദിവസമായിരുന്നു. നമ്മളാണെങ്കിൽ ഇതിൽ മീൻസ് ഡ്യൂപ്പൊന്നും യൂസ് ചെയ്യാതെയാണ് ഫൈറ്റ് ചെയ്തത്. ആൾ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. എന്തായാലും പടത്തിലൊരു മെയിൻ ഹൈലൈറ്റ് ഫൈറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു സന്തോഷം നോക്ക് കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു പാട്ടുകാരി പാട്ടും ഡാൻസൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് മ്യൂസിക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. പിന്നെ പാടിയിരിക്കുന്നത് ദാസറാണ്. ഫസ്റ്റ് പാട്ടിൽ ഇവരൊക്കെ ലെജൻഡറി സിംഗേഴ്സ് ആണ്. സോ ഫസ്റ്റ് ഫിലിമിൽ അവരൊക്കെ പാടാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമാണ്. പ്ലേ ബാക്ക് പാടുന്നത് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ മ്യൂസിക് കോമ്പോസിഷൻ ആണെങ്കിലും നമ്മൾ പണ്ടത്തെ പാട്ടിൻ്റെ ഒരു ഈണവും നമ്മൾ രവീന്ദ്ര മാഷും ജോൺസൺ മാഷും ഒക്കെ അവരൊക്കെ കമ്പോസ് ചെയ്തിരുന്ന ഒരു രീതിയിലുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിലും എല്ലാം ആ ഒരു പഴയ കാലത്ത് വിൻറ്റേജ് ടച്ച് കൊടുത്തിട്ടാണ് എല്ലാ 3 മ്യൂസിക് ഡയറക്ടേഴ്സ് റൺ ചെയ്യുന്നുള്ളത്. സോ അവരെല്ലാവരും ആ ഒരു
എന്താ പറയുക പഴയ കാലത്തെ ഒരു ടച്ച് കൊടുത്തിട്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ഒരു മൂവിയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയി കാണുക. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ നിന്ന് ഒരു ഫ്ലൈ ബാക്ക് ടു വിൻറ്റേജ് കാലമാണ്. സോ തീർച്ചയായിട്ടും ആ തിയേറ്ററിലിരിക്കുന്ന 2.5 മണിക്കൂർ വർത്ത് ഇറ്റ് ആവും. ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ്, അത് സ്റ്റോറി വൈസ് ആണെങ്കിലും പാട്ടിലൂടെ ആണെങ്കിലും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഓഡിയൻസിന്. സോ അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി. സോ വി ഹോപ്പ് വി ഡു ഇറ്റ്. മൂവി എൻറ്റയർലി ഒരു പഴയ ടൈപ്പ് സ്റ്റോറിയും കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും. കാരണം ഇപ്പോഴത്തെ സ്റ്റൈൽ ഓഫ് സ്റ്റോറി ഒന്നുമല്ല. അപ്പോൾ എന്തായാലും പുതിയതാണ്. തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അത് തന്നെയാണ്. എനിക്ക് ഞാനൊരു തികച്ചും ഒരു പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടോ? ഇല്ല. ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോഴേ ബ്രദർ സിസ്റ്റർ അല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, സോറി, ഞാൻ പ്രായം ചോദിക്കുന്നില്ല, ചുമ്മാ ചോദിച്ചാ കേട്ടോ. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇനിയും പുതിയ പുതിയ പ്രോജക്ട്സ് കിട്ടട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി ഈ മൂവി കാണണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ശരി, താങ്ക് യു.